Hi everyone, welcome back to yet another episode of Louder. On today's episode of Louder, we have two very special people with us. We have Jikku and Nimisha Chechi. Now, Jikku is a cybersecurity consultant and Nimisha Chechi by profession is a dentist. They're both a couple that all of us youth in Christ culture look up to, and I think their life is the perfect example for today's theme. Today's theme is balancing work, mission, and family. So, Jikku and Nimisha Chechi, both of you are very inspiring as a couple, as a family, and just as the professionals you both are in your work lives. So, who or what motivates or inspires you to lead a life like this? Definitely. As part of a mission, നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ബി ക്രൈസ്റ്റ് ഓർ ഇമിറ്റേറ്റ് ക്രൈസ്റ്റ്. നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മളെല്ലാവരും ട്രൈ ചെയ്യുന്നത് ക്രിസ്തുവിനെ പോലെ ആവാനാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഞങ്ങളൊരു ഫാമിലി ആയിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യുന്നത് ഹോളി ഫാമിലി, അതായത് മദർ മേരി, സെയിൻറ്റ് ജോസഫ് ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ആവുന്ന ഒരു ഫാമിലി എങ്ങനെയാണ് അതുപോലെ ആവാനാണ് നമ്മൾ ശരിക്കും നോക്കുന്നത്. What about for you, Jikku? Who is it that inspires you? നിമിഷ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ബി ക്രൈസ്റ്റ് ആവുക. നമ്മുടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും എൽസ പിതാവിൻ്റെയും ഇടയിലേക്ക് യേശു ക്രിസ്തു അവരുടെ മധ്യേ ഉണ്ടായപ്പോൾ അവരന്ന് വരെ അവർക്കുണ്ടായ എല്ലാ ചലഞ്ചസിലും സ്ട്രഗിൾസിലും അവർ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോകുകയാണ് ഉണ്ടായത്. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം പരിശുദ്ധ കന്യകാമറിയവും യേശു പിതാവും യേശു ക്രിസ്തുവിനെയും കൊണ്ട് ഉണ്ണി യേശുവായ ജീസസിനെയും കൊണ്ടാണ് അവർ ഈജിപ്തിലേക്ക് പോകുകയുണ്ടായത്. ആ ഒരു ഹോളി ഫാമിലി അനുഭവം, ആ അനുഭവത്തിലൂടെയാണ് ഞങ്ങളും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ആസ് എ ഫാമിലി ഞാനും എൻ്റെ വൈഫും എൻ്റെ കുട്ടികളും ഞങ്ങൾ ഒന്ന് ചേർന്ന് ഈ മിഷനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. Okay, that is beautiful because Nimisha, even when I heard your testimony, your traveling to Canada testimony, retreats look when you said it, the first thing that came to my mind was your story is so similar to what the Blessed Family and the Holy Family had to go through, right? The same way Mother Mary had to go to Egypt, and your traveling was just like that. And just like Saint Joseph, Jikku, you had to face so many mental, emotional struggles while she was away. So how is that relatable to you? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈശോയുടെ കൂടെ ചേർന്ന് നിന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഓരോ ദിവസവും അഡ്വഞ്ചറസ് ആണ്. എന്താ വാട്ട് ഇസ് ഇൻ സ്റ്റോർ ഫോർ us നമുക്ക് അറിയത്തില്ല. അപ്പം എന്തായിരിക്കും നെക്സ്റ്റ് മൊമെൻ്റ് എന്നൊരു എക്സൈറ്റ്മെൻറ്റ് എപ്പോഴും നമ്മുടെ ലൈഫിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആ ഒരു കാനഡ ട്രാവൽ പറഞ്ഞപ്പോൾ തന്നെ ഐ വെൻറ്റ് ത്രൂ ഈജിപ്റ്റ് ആക്ച്വലി. അപ്പോൾ എനിക്കും ഈ സെയിം തോട്ട് പ്രോസസ്സാണ് എൻ്റെ മനസ്സിൽ പോയത്. ദൈവമേ, ഇതിപ്പോൾ ഈജിപ്തിലൂടെയാണല്ലോ എന്നെ കൊണ്ടുപോകുന്നത്. ഈജിപ്ത് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ആ ഒരു സ്ട്രഗിളിൻ്റെയും ആ ഒരു ട്രാവലിങ്ങുമാണ് നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഒരു തണുത്ത ഒരു രാജ്യത്തോട്ട് മൂവ് ചെയ്യുന്നുള്ളത് ഹോളി സ്പിരിറ്റ് കുറേ വർഷം മുമ്പ് റിവീൽ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല, പ്ലാൻസ് ഇല്ല. ഞങ്ങൾക്ക് കാനഡ എന്നൊരു കൺട്രി ഞങ്ങളുടെ മനസ്സിലില്ലാത്തൊരു ടൈമായിരുന്നു. പക്ഷേ ലേറ്റർ ഓൺ ആഫ്റ്റർ ഇയേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നു, വിസയുടെ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണത്. സോ അപ്പം ഞങ്ങൾ ആദ്യം ആലോചിച്ചു, ദൈവമേ എന്ത് ചെയ്യും? സോ ഒബ്വിയസ്ലി വിൽ ഓഫ് ഗോഡ്, ഓക്കെ, തമ്പുരാൻ എന്തെങ്കിലും പദ്ധതി ഉണ്ടായിരിക്കും, അതായിരിക്കാം ഇങ്ങനെ എന്നാണ് ഞങ്ങൾ ഫസ്റ്റ് ആലോചിച്ചത്. ആ ഒരു ഒറ്റ തോട്ട് പ്രോസസ്സിലാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ആ സമയത്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഈ ടൈമിൽ ട്രാവൽ ചെയ്താൽ ശരിയാവുമോ? കുറേ ഞങ്ങൾ ഒത്തിരി നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ബേബിനെ വേണോ നിങ്ങൾ ബാക്കി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയാം, അപ്പം സാധാരണ ആൾക്കാർക്ക് എന്നും പറയാം അവരൊരു നോർമൽ പെർസ്പെക്റ്റീവിലാണ് കാണുന്നത്. പക്ഷെ ഞങ്ങൾ ഈശോയുടെ കൂടെ ജീവിക്കുന്ന ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളെ കാനഡയിലോട്ട് അല്ലെങ്കിൽ ഒരു തണുത്ത രാജ്യത്തോട്ട് നേരത്തെ പ്ലേസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ബേബിയും അതിൻ്റെ പാർട്ടാണെന്ന് ഞങ്ങൾക്കറിയാം. സോ ഞങ്ങൾ അതിന് വില്ലിങ് ആയിട്ട് മുമ്പോട്ട് പോവായിരുന്നു. അങ്ങനെ അവസാനം വിസ എല്ലാം വന്ന് വിസ റെഡി ആയിട്ട് ഞങ്ങൾ പോകാമെന്നൊരു സിറ്റുവേഷൻ ആയപ്പോൾ ഐ വാസ് ലൈക്ക് 32 weeks പ്രഗ്നൻറ്റ്.
വാസ് ലൈക്ക് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് മൈ പ്രഗ്നൻസി. അന്നേരം എല്ലാവരും അഗൈൻ ക്വസ്റ്റ്യൻ, വീണ്ടും ഒരു കൺഫ്യൂഷൻ, നിങ്ങൾക്ക് പോകണോ വേണ്ടേ? അപ്പോഴെല്ലാം ഞങ്ങൾ ആകെ സൊല്യൂഷൻ ചോദിച്ചത് ഈ ഒരു സംഭവമായിരുന്നു, ബൈബിൾ. വേർഡ് ഓഫ് ഗോഡ് എന്താ പറയുന്നത്, ഞങ്ങളോട് മുമ്പോട്ട് പോകാനാണോ അല്ലെങ്കിൽ വേണ്ടാന്നാണോ, എന്താണെങ്കിലും ഈശോ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മാത്രം ചെയ്യുമെന്ന് ഓർത്തിട്ടാണ് ഞങ്ങളിരുന്നത്. സോ ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് എ യെസ് ടു ഗോ. അപ്പം പിന്നെയും നമുക്കൊരു കൺഫ്യൂഷൻ വരും. നമ്മളാകുന്ന ഒരു സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി ആസ് എ കപ്പിൾ ഞങ്ങൾക്ക് വരും, അയ്യോ നോർമൽ, നമ്മളെല്ലാം ഹ്യൂമൻസ് ആണ്. ഞാൻ തന്നെയാണ് പോകുന്നത്. ജിക്കു വീട്ടിലുണ്ട്, ഓൾറെഡി 2 പിള്ളേരുണ്ട് വീട്ടിൽ, ഒരു ബേബി ഉണ്ടാവാൻ പോകുന്നു. ഒറ്റയ്ക്ക് ഞാൻ അവിടെ പോയിട്ട് അത് എങ്ങനെ മാനേജ് ചെയ്യും? സ്റ്റിൽ അപ്പോഴും ഞങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാൻ നമുക്ക് ഒത്തിരി ആൾക്കാരുണ്ട് നമ്മുടെ മിഷനിൽ തന്നെ. ലൈക്ക് വി ആർ ലൈക്ക് എ ഫാമിലി, വി ആർ അവർ ഫാമിലി. അതിനകത്ത് ഞങ്ങൾക്ക് എല്ലാവരുടെ അടുത്തുനിന്നും ഒരു പ്രയർ സപ്പോർട്ടും ഒരു പോസിറ്റീവ് യെസ്സുമാണ് കിട്ടിയത്. ഡെഫിനറ്റ്ലി ദാറ്റ് വാസ് ലൈക്ക് എ സ്ട്രെങ്ത് ആൻഡ് അവർ ഫെയ്ത്ത്. ദൈവം ഞങ്ങളെ ഇതിനു വേണ്ടി വിട്ടിട്ടുണ്ടെങ്കിൽ ഹി ഹാസ് എ പ്ലാൻ. സോ ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് മൈ പ്ലാൻ, മൈ കൺഫ്യൂഷൻ, അതൊന്നുമല്ല. ഈശോയ്ക്ക് എന്താണോ ആഗ്രഹം അത് നടക്കട്ടെ, രണ്ടും കൽപ്പിച്ച് അങ്ങനെയാണ് ആ ഒരു 33rd വീക്കിൽ ഞാൻ തന്നെ കാനഡയിലോട്ട് ട്രാവൽ ചെയ്യുന്നത്. 2 days സ്റ്റേ ഇൻ ഈജിപ്റ്റ്. അപ്പോൾ അന്നേരമൊക്കെ ഐ കുഡ് മെഡിറ്റേറ്റ് ആ ഒരു എക്സോഡസ് എൻ്റെ ഒരു അനുഭവം, അല്ലെങ്കിൽ മദമേരി കുഞ്ഞ് ഈശോനെ കൊണ്ടിട്ട് ഈജിപ്തിലോട്ട് പോയൊരു ഫീലിംഗ്, ഇതെല്ലാം ഇങ്ങനത്തെ ഈജിപ്റ്റ് റിലേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിൽ എൻ്റെ ഒരു തോട്ട് പ്രോസസ് അതായിരുന്നു. സോ അതിലൊത്തിരി കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പം പറയാൻ പറ്റും, വൈ ആ ട്രാവൽ അങ്ങനെ ആയിരുന്നു എന്നുള്ളത്. സോ ഡെഫിനറ്റ്ലി ദാറ്റ്സ് ഇറ്റ്. Now, Nimisha, that is just a very powerful testimony that you just said. But while you were on this adventure of yours, as you said, avade Jikku Chetan, what were you going through? I mean, I feel like just as though Saint Joseph had his humiliations and trials that he had to go through, you must have gone through the same thing, right? But എങ്ങനെയായിരുന്നു Jikku Chetan അതോ? ഒബിയസ്ലി സെന്റ് ജോസഫിനും ഇതുപോലെ തന്നെ അനുഭവമായിരുന്നല്ലോ. ഈവൻ മാതാവുമായിട്ടുള്ള വിവാഹം നിശ്ചയിച്ചതിന് മുമ്പ് തന്നെ ഈ അന്ന് അനുഭവിക്കേണ്ടി വന്നതുപോലെ അന്ന് തൊട്ട് അതിന് ശേഷവും ഉണ്ടായ സ്ട്രഗിൾസ് പോലെ തന്നെ ഈ ഒരു പ്ലാൻ ഇടുമ്പോൾ തന്നെ അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ നിമിഷ പറഞ്ഞ പോലെ പ്രഗ്നൻ്റാണെന്ന് ഞങ്ങൾ അറിയുകയും അപ്പോൾ തന്നെ പലരും നമ്മളെ വിമർശിക്കുകയൊക്കെ ഉണ്ടായി. എന്തുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തു എന്ന് പോലും വിമർശിച്ച ആൾക്കാരുടെ ഇടയിൽ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞങ്ങൾ ഒന്ന് ചേർന്ന് ഒരുമിച്ചെടുത്ത തീരുമാനത്തിൽ ഞങ്ങൾ ആ ദൈവത്തിൻ്റെ വിൽ ഓഫ് ഗോഡ് ഞങ്ങൾ ഏറ്റെടുത്തപ്പോൾ, അത് ഞങ്ങളുടെ ലൈഫിൽ ഏറ്റെടുത്തപ്പോൾ അത് ദൈവം അനുഗ്രഹമാക്കി പറ്റുകയാണെന്നാണ്. പോകുന്ന വഴിയിലും അതിനു മുന്നേയും ഞങ്ങൾക്കുണ്ടായിരുന്നത് മുഴുവൻ ചലഞ്ചസ് ആയിരുന്നു. പോകുന്നതിന് മുന്നേയും ഒരു ദിവസം പോലും ഞങ്ങൾക്ക് ഇല്ലാത്ത പോലെ ഞങ്ങൾക്ക് ഓരോ ദിവസവും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലെയും പ്രതീക്ഷിച്ചതോ പ്ലാൻ ചെയ്തതോ ഒന്നും വർക്കൗട്ട് ആകാത്ത ഒരു കാലഘട്ടം. പക്ഷേ ദൈവം ആ പ്രതീക്ഷകൾക്കപ്പുറത്ത് ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് അതിനെ മാറ്റിമറിക്കുകയാണുണ്ടായത്. അതായത് എൽസ പിതാവ് ദൈവത്തിൻ്റെ പദ്ധതിക്ക് അമേൻ പറഞ്ഞപ്പോൾ അവിടെ ദൈവം അത് ദേശപിതാവിനെ വളർത്തു പിതാവാക്കി മാറ്റിയ, യേശുക്രിസ്തുവിൻ്റെ വളർത്തു പിതാവാക്കി മാറ്റിയ ഒരു അനുഭവത്തിലൂടെ നമ്മളെ കൊണ്ടുപോയപ്പോൾ ആ ഒരു സെയിം അനുഭവം നമ്മളവിടെ ഏറ്റെടുത്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. That again, wonderful. And എനിക്ക് ഇപ്പം നിങ്ങൾ പറഞ്ഞു വെച്ച് what I can summarize or conclude is that the will of God is the most important thing for both of you. നിങ്ങൾ എന്തിൽ ചെയ്താലും if God wants it, you want it, right? Yeah. But in this generation, you don't really see that. It's quite hard. For the youth of this generation especially, we have so many other priorities. Yes. Things like our education, our career, our marriages. So many other things take place above God's, right? So what advice would you have to give them? Like, when you look at it, you know, if you have kids early, you miss out on a lot of the fun in life. That is one of the arguments people say, oh, why get married early? Or how will I do mission if I get married? And these are all doubts that people have. So what advice would you have to give them? ഉറപ്പായിട്ടും പിള്ളേർ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു യങ്സ്റ്റേഴ്സ് അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. അയ്യോ ഒരു കുഞ്ഞ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അയ്യോ അതിനെ എങ്ങനെ നോക്കും, അതിനെ എങ്ങനെ വളർത്തും, ഫിനാൻഷ്യൽ ഇത് ശരിയാവുമോ, എൻ്റെ കരിയറിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ, അങ്ങനെ ഒത്തിരി കൺസേൺസ് ആണ്.
നമ്മൾ പ്രോബ്ലംസിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വി വിൽ ഓൺലി ഹാവ് പ്രോബ്ലംസ്. എല്ലാ ആളുകൾക്കും പ്രോബ്ലംസ് ഡെഫിനറ്റ്ലി ഉണ്ട്. ബട്ട് ദ ഓൺലി സൊല്യൂഷൻ ഇസ് ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ ആ ഒരു ഫെയ്ത്ത് എടുക്കുക, നമ്മൾ ജീസസ് ക്രൈസ്റ്റിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നത്തിങ് ഇസ് എ പ്രോബ്ലം. നമ്മൾ മാത്യു ചാപ്റ്റർ 6:33 എന്താ പറയുന്നത്? ലൈക്ക് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കും, ബാക്കിയെല്ലാം വിൽ ഫോളോ എന്നാ പറയുന്നത്. സോ ജസ്റ്റ് ബിലീവ് ഇൻ ദാറ്റ്. അപ്പം എന്താ പറയുന്നത്, ഞങ്ങൾ ഒരുമിച്ചൊരു കപ്പിളായിട്ട് ഞങ്ങൾക്ക് ഒരു കപ്പിൾ ഗോൾ അങ്ങനെയൊന്നുമില്ല. വി ആർ മൂവിങ് അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗോഡ് അല്ലേ. അപ്പം ഞങ്ങൾ ഇന്ന വർഷം ഞങ്ങൾ ഇത് ചെയ്യും, അല്ലെങ്കിൽ അടുത്ത വർഷം ഞങ്ങൾക്ക് 2 കുട്ടികൾ ഉണ്ടാവണം, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ഞങ്ങൾ കരിയർ നോക്കും, അങ്ങനെയൊന്നും അല്ല. ഞങ്ങൾ പോകുന്നത് കർത്താവ് പറയാണ്, ഇന്ന് നീ പെട്ടിയും പണ്ടും എടുത്തുകൊണ്ട് കാനഡയ്ക്ക് പോക്കോന്ന് ഞാൻ പോകും, അല്ലെങ്കിൽ നീ നാളെ വേറെ ആഫ്രിക്കയ്ക്ക് പോക്കോളാം പറഞ്ഞാൽ പോകും. സോ ദാറ്റ് ഇസ് ആ ഒരു ലൈഫാണ് വേണ്ടത്. അപ്പോൾ അന്നേരം ഇപ്പം ഈ പറയുന്ന ഫണ്ണും അഡ്വെഞ്ചറും എല്ലാം അതിനകത്തുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് സിമ്പിൾ. നമ്മൾ ഒത്തിരി യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ യൂത്ത് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു കൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ബീങ് ഇൻ എ പ്രേയർഫുൾ ഒരു സ്പിരിച്വൽ ലൈഫ് അല്ലെങ്കിൽ ഒരു ഫെയ്ത്ത് ഓറിയൻറ്റഡ് ലൈഫിൽ വന്നു കഴിയുമ്പോൾ ഇറ്റ്സ് സോ ബോറിങ് ആൻഡ് ഇറ്റ്സ് സോ മോണോട്ടോണസ് ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. ഇറ്റ്സ് നെവർ ദാറ്റ്. ഒബ്വിയസ്ലി നമുക്ക് ഈച്ച് ഡേ, ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു വാട്ട് ഇസ് ഇൻ സ്റ്റോർ ഫോർ അസ് എന്നൊരു കൺസെപ്റ്റിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. എന്താണ് ഇനി അടുത്ത് എന്താ, അയ്യോ അങ്ങനെ ചെയ്തു, നമ്മൾ ആ സ്റ്റെപ്പിൽ പോയി, അപ്പോൾ നെക്സ്റ്റ് ഇതാണ്, അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക. എവ്രിവെയർ ദർ ഇസ് എ ക്വസ്റ്റ്യൻ മാർക്ക് ആൻഡ് അതിൻ്റെ സൊല്യൂഷൻ ഇസ് ലൈക്ക് അബ്സല്യൂട്ട്ലി നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിലും നമ്മുടെ തോട്ടിനൊക്കെ ബിയോണ്ട് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബിക്കോസ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക, ലോകം ഉണ്ടാവുന്നതിന് മുമ്പ് ഇവിടെയുള്ള ഒരാളാണ് ക്രൈസ്റ്റ്. ദൈവം എന്ന് പറയുന്നത് ലൈക്ക് ആൽഫ ആൻഡ് ഒമേഗ. ആ ഒരു ഗോഡിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ തോട്ട് പ്രോസസ്സിന് അപ്പുറമാണ്. അപ്പം അത് ആ ഒരു ഒറ്റ ഫെയ്ത്തിൽ നമ്മൾ മുമ്പോട്ട് പോയാൽ മതി. ഇറ്റ് വുഡ് ബി ലൈക്ക് അമേസിങ്. ആൻഡ് ഈ പ്രയോറിറ്റീസ്, ഈ കരിയർ, ഇതെല്ലാം സൈഡിൽ കൂടെ നടക്കും. സി ഐ എം എ ഡെന്റിസ്റ്റ്. I'm currently residing in Canada. I have my career goals. I have my challenges. പക്ഷേ I know with Christ everything is possible and nothing is impossible. So I believe that. And പിള്ളേർ എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഈശോനെ എങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുന്നു. സെയിൻറ്റ് പോൾ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾ എന്നെ ഇമിറ്റേറ്റ് ചെയ്യുക. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയല്ല, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ ആസ് പേരൻസ് ഈശോനെ എങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു അത് കണ്ടിട്ടാവണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഞങ്ങൾ അവരെ ട്രെയിൻ ചെയ്യുകയോ ഞങ്ങളെ ഫോഴ്സ് ചെയ്ത്, അല്ലെങ്കിൽ അയ്യോ ഇവരെന്തായി തരും. എല്ലാ പേരൻസിനും കൺസേൺ ഉണ്ട്. പേരൻറ്റിങ് ഇസ് എ ബിഗ് ഇഷ്യൂ. അയ്യോ ഇവർ വലുതാവുമ്പോൾ എന്താവും, ഇവർ അഡോളസെൻ്റ് ഏജിൽ ഇവർ എങ്ങനെയായിരിക്കും, ടീനേജിൽ എന്തായിരിക്കും, യൂത്ത് ആകുമ്പോൾ ഇവർ ആരെയായിരിക്കും കല്യാണം കഴിക്കുക, ഇവരുടെ ഒരു തോട്ട് പ്രോസസ് എങ്ങനെയായിരിക്കും. ഇതൊക്കെ ടെൻഷൻസ് ആണ്. വി നെവർ ഹാവ് ദ ടെൻഷൻസ്. ഇറ്റ്സ് ഓൾ അപ്പോൺ ഗോഡ്. ഹി ഹാസ് എ പ്ലാൻ ആൻഡ് ഹീ ഈസ് ഇൻ കൺട്രോൾ. So that's what makes us go forward. Okay, so that is advice for all you youth watching. But the thing is, it's so, when you say it's easy to say it, but when you actually live it out, there are moments in life when you actually, only your faith can actually keep you together, right? Yes. I mean, all these challenges, from an outsider's point of view, it's hard, ചേച്ചി ഇപ്പോൾ പറഞ്ഞ you're traveling to Canada or your daily challenges, അതൊക്കെ it's not that easy to overcome. I mean, with God, He helps you. But Jikku Chatta, do you have any tips or like what is it that helps you overcome these challenges? നമ്മുടെ ഒരു ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രിയോറിറ്റി എപ്പോഴും ജീസസ് ക്രൈസ്റ്റ് ആകുമ്പോൾ, നേരത്തെ നിമിഷ പറഞ്ഞ പോലെ പിന്നെ ലൈഫ് ഈ പറഞ്ഞ അഡ്വഞ്ചറസും അല്ലെങ്കിൽ ഫണ്ണും, അല്ലെങ്കിൽ നമുക്ക് മുമ്പേ ഇപ്പം നമ്മുടെ യൂത്തിന് ഇല്ലാത്ത ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. അതിനൊരു എക്സാമ്പിൾ തന്നെ ഞാൻ പറയാം. ഇപ്പം ഞങ്ങൾ അന്ന് പോകുമ്പോൾ പോലും, ഫ്ലൈറ്റിൽ കയറുമ്പോൾ പോലും, ഫ്ലൈറ്റിൻ്റെ അവിടുത്തെ അതോറിറ്റി നമ്മളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എങ്ങനെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് 34th വീക്കിൽ നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റുമോ? അപ്പം നമ്മളങ്ങനെ ചോദിക്കുമ്പോൾ 34th വീക്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ 34th വീക്ക് വരെ ട്രാവൽ ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കൂ എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇറ്റ്സ് എ ഫൺ, ഇറ്റ്സ് എൻ എന്താ പറയുക, അഡ്വഞ്ചർ. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഞങ്ങൾ അതിനെ ഫണ്ണായിട്ടും അഡ്വഞ്ചറസ് ആയിട്ടും കാണുന്ന ഈ ഒരു രീതി കൂടെയാണ്. അപ്പോൾ ഇത് ഇന്നത്തെ നമ്മുടെ യുവതലമുറയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അവരുടെ ഫണ്ണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്
മറ്റു കാര്യങ്ങളിലേക്കാണ് ഫോക്കസ് പോകുന്നത്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു രീതിയിൽ നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിൻ്റെ മെയിൻ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത് ഫസ്റ്റ് പ്രിഫറൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പ്രിയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ജീസസ് ക്രൈസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രിയോറിറ്റി ജീസസ് ക്രൈസ്റ്റ് കൊടുക്കുമ്പോൾ ആ വിൽ ഓഫ് ഗോഡ് നമ്മൾ നെഞ്ചിലേറ്റാനും ആ ഫെയ്ത്തിൽ മുന്നോട്ട് പോകുവാനും നമുക്ക് സാധിക്കും. ജീസസ് ക്രൈസ്റ്റിനെ മുന്നോട്ട് പിടിച്ചാൽ മാത്രം പോരല്ലോ, നമ്മൾ പിടിക്കുമ്പോൾ നമ്മൾ ജീസസ് ക്രൈസ്റ്റിനെ വിശ്വസിച്ചുകൊണ്ട് പോകണം മുന്നോട്ട് പോകാൻ. നമ്മൾ ഒരാളെ കൈ പിടിച്ചെങ്കിലും അയാൾ നമ്മളെ നേരെ ഉള്ള വഴിയിൽ കൂടെ കൊണ്ടുപോകുമോ എന്നുള്ള നമ്മുടെ ഒരു സന്ദേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് കൊണ്ട് കാര്യമില്ല. പക്ഷെ ഈ ലോകം സൃഷ്ടിക്കുകയും നമ്മൾ ജീവിക്കുന്നതിന് മുമ്പേ നമ്മളുടെ ഒരു ലൈഫ് എഴുതി വെച്ചിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ കൈ പിടിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല, അല്ലെങ്കിൽ മറ്റൊന്ന് ആലോചിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് ജീസസ് ക്രൈസ്റ്റിനെ ജീസസ് ക്രൈസ്റ്റിൻ്റെ കൈ പിടിച്ച് മുന്നോട്ട് നമ്മൾ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോൾ, ഫെലോഷിപ്പിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, അവിടെ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് എന്ത് പ്രതിസന്ധിയോ എന്ത് ചലഞ്ചസോ വന്നാലും ആ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യും. അത് അതൊരു ഫണ്ണായിരിക്കും. അവിടെ ചില സാഹചര്യങ്ങൾ നമുക്കുണ്ടാവാം, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ടെൻഷനുകൾ ഉണ്ടാവാം. അതുപോലും നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അത് നമുക്ക് ഫണ്ണാവും, അഡ്വഞ്ചറസ് ആവും. സെയിം തിങ് ഫെലോഷിപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ, നമ്മളെല്ലാം മനുഷ്യന്മാരാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മളെന്തോ വേറെ ആൾക്കാർ അവർ മാത്രം ഈശോൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ലൈഫ്. ഇറ്റ്സ് നത്തിങ് ലൈക്ക് ദാറ്റ്. ഈ ലോകത്തുള്ള എല്ലാവരും ജീവിക്കുന്ന പോലെയാണ് നമ്മളും ജീവിക്കുന്നത്. വി ആർ ഹ്യൂമൻസ്. നമുക്ക് നമ്മുടേതായ കൺഫ്യൂഷൻസ് വരും, ടെൻഷൻസ് വരും. We do believe in Christ and we do have the faith in the word of God and Christ. പക്ഷേ കുറച്ച് അധികം സ്ട്രെസ് വന്നു കഴിയുമ്പോൾ ചില സമയത്ത് നമ്മൾ ഒന്ന് ഷിവർ ചെയ്യും. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഞങ്ങൾ സൂപ്പർ നാച്ചുറൽ ആയിട്ട് പോകുന്ന ആൾക്കാരല്ല. വി ആർ കോമൺ പീപ്പിൾ. നമുക്ക് ആ ഒരു ട്രെംബ്ലിങ് ഉണ്ടാവും. ഡെഫിനറ്റ്ലി ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ആ ഫാമിലി, ദ ക്രൈസ്റ്റ് കൾച്ചർ ഫാമിലി ഈസ് ഡെഫിനറ്റ്ലി ദ ബിഗ്ഗസ്റ്റ് സപ്പോർട്ട്. ബിക്കോസ് നമ്മുടെ ഡൗൺ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ നിൽക്കുമ്പോഴായിരിക്കും നമ്മൾക്ക് പ്രെയർ സപ്പോർട്ട് തരാനും നമുക്ക് ഗൈഡൻസ് തരാനും ഒത്തിരി ആൾക്കാരുണ്ട്. മേ ബി പല ഏജ് ഗ്രൂപ്പിലുള്ളവരുണ്ട് നമ്മുടെ ഫാമിലിയിൽ. വി ഹാവ് യങ്സ്റ്റേഴ്സ്, വി ഹാവ് അഡൾട്ട്സ്, വി ഹാവ് ഒത്തിരി ഏജ് ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ലൈഫ് എക്സ്പീരിയൻസസും God experiences is definitely a strength for us, and that obviously guides us. So that's also one thing I just wanted to add on. Wow. Okay, so from what you just said right now, I see that fellowship with like-minded believers is really important. But other than that, how is the fellowship between you two? How does your marriage impact your faith, or how does the unity between you two come into your balance in work and mission? അതിനെക്കുറിച്ച് പറയുമ്പോൾ ആസ് എ ഫാമിലി, ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഫാമിലിയിൽ നമുക്ക് പല സ്ട്രഗിൾസ് ഉണ്ട്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കുട്ടികളുണ്ട്, ഒരു കരിയറുണ്ട്, നമ്മുടെ പേഴ്സണൽ പ്രിഫറൻസസ് എല്ലാം ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് പല സ്ട്രഗിൾസ് വരും. ഇതിനിടയിൽ കൂടെ സ്ട്രഗിൾസ് വരുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും, നമ്മുടെ പാർട്ട്ണർ ഫ്രസ്ട്രേറ്റഡ് ആവാം, നമ്മൾ തന്നെ ഒക്കെ നമ്മുടെ ജോലിയിലുള്ള സ്ട്രെസ്സോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സ്ട്രെസ്സായി കഴിയുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവാം. പക്ഷെ ഇങ്ങനെയെല്ലാം വരുമ്പോൾ നമ്മുടെ കൺട്രോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറയുന്ന ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഞാൻ എപ്പോഴും ചെയ്യാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും നിമിഷയ്ക്ക് ഒരു നല്ല ക്വാളിറ്റി ഉണ്ട്. അത് അവളെ ഇത് പറയുന്നതല്ല, അവൾ നല്ല ലിസണറാണ്. അതുപോലെ ഭയങ്കര എനിക്ക് ഇനിയും കൂടുതൽ പേഷ്യൻ്റായിട്ടിരിക്കുന്നൊരു ആളാണ്. കാരണം എനിക്ക് ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ പൊട്ടിത്തെറിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയുള്ളപ്പോൾ പോലും അതിനെ വളരെ കൺട്രോൾ ചെയ്ത് മലകളൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ ഉരുൾ വിട്ട് വരുമ്പോൾ വരട്ടെ എന്ന് പറയുന്ന ആ ഒരു പോയിന്റ്, ആ ഒരു പ്രത്യേകമായ ഒരു അനുഭവത്തിലൂടെ പോകുന്ന ഒരാളാണ് നിമിഷ. അപ്പോൾ നിമിഷയ്ക്ക് അതുപോലെ ഒരു സ്ട്രഗിൾ വരുമ്പോൾ ഞാൻ അതുപോലെ ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ, നമ്മൾ ദൈവത്തോട് ചേർന്ന് പോകേണ്ട ഒരു ഫാമിലി ആണെങ്കിൽ, ആ ദൈവത്തിൻ്റെ അതായത് വിൽ ഓഫ് ഗോഡ് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്കൊരു വലിയ മാതൃകയാകേണ്ട ആൾക്കാരാണ്. നമ്മൾ ഈ മിഷനോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ
അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ചില കാര്യങ്ങളിൽ നമുക്ക് ശരിയാണ്, നമുക്ക് സ്ട്രഗിൾസ് ഉണ്ട്, നമുക്ക് ചില ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷനായിട്ട് നിൽക്കുമ്പോൾ പോലും അവിടെയെല്ലാം ഞങ്ങളെ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത്, ഞങ്ങൾ പരാജയപ്പെടുന്നിടത്ത് ഞങ്ങൾ ബൈബിളും ചേർത്ത് പിടിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും ചെയ്യാറ്. അപ്പോൾ ഒരു കാര്യം എന്ന് പറയുന്നത്, എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞങ്ങൾ ബൈബിളിനെ ചേർത്ത് പിടിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് അന്വേഷിക്കാറുണ്ട്. ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് ഈസി. നമുക്ക് രണ്ട് പേർക്കും രണ്ട് തോട്ട് പ്രോസസ്സുള്ള ആൾക്കാരാണ്. ഇപ്പം നിങ്ങൾ കാണുമ്പോൾ വി ആർ ഹാപ്പി, ഞങ്ങൾ ഒരുപോലെ പോകുന്നു, അങ്ങനെയല്ല. ഡെഫിനറ്റ്ലി ഫൈറ്റ്സ് ഉണ്ട്. എന്നാ പറയുന്നത്, ചില സമയത്ത് ഞാൻ പിണങ്ങിയിരിക്കും, അതെല്ലാം ഉണ്ട്. പക്ഷേ ഇറ്റ് ഡസൻ പെർസിസ്റ്റ്. എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഇറ്റ് വിൽ സോൾവ്. അതെല്ലാം വിത്ത് ക്രൈസ്റ്റ് ആണ്. ബിക്കോസ് ജിക്കു പറഞ്ഞു ഞാൻ പേഷ്യൻ്റ് ആയിട്ട് ലിസൺ ചെയ്യും. ശരിയാ ജിക്കു, വെൻ ഹീ ഈസ് ആംഗ്രി ഓർ ഹീ ഈസ് ഷോർട്ട് ടെമ്പേർഡ്, I just keep quiet. That's the best thing. And I just pray. ദൈവമേ ഇത് എങ്ങനെയും ഒന്ന് make him understand. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ലൈക്ക് ഇൻ പ്രയർ എവറിത്തിങ് ഇസ് ഇൻ ക്രൈസ്റ്റ്. ഞങ്ങളുടെ ലൈഫ് ഇസ് ഇൻ ക്രൈസ്റ്റ്, ബേസ്ഡ് ഓൺ ക്രൈസ്റ്റ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളിവിടെ തല്ലുണ്ടാക്കിയിട്ട് നാളെ പോയിട്ട് എല്ലാവരോടും ഈശോനെ കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. സോ വെൻ ദർ ആർ ഡിഫറൻസസ് ഇൻ ഐഡിയാസ്, ബേസിക്കലി അതാണ് പ്രശ്നമെന്ന്. തോട്ട്സിൻ്റെയും ഐഡിയാസിലും ഡിഫറൻസസ് വരുമ്പോൾ we never let our ego dominate. ഈഗോ വരുമ്പോഴാണ്, അപ്പോൾ ഐ ഫീൽ ഇസ് എവറി മാരേജിൽ നമ്മുടെ ഈഗോ എന്ന് പറയുന്ന ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദർ ആർ പ്രോബ്ലംസ്. സോ നമ്മൾ ആ ഒരു ഈഗോ എന്ന് പറയുന്ന സാധനം എപ്പോഴാണ് വരുന്നത്, നമ്മൾ ക്രൈസ്റ്റിനേക്കാൾ ഉപരി നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ്. ഇറ്റ്സ് ലൈക്ക് എ വയലേഷൻ ഓഫ് ഫസ്റ്റ് കമാൻഡ്മെന്റ്, റൈറ്റ്? സോ നമ്മൾ ഈശോയ്ക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ വി ക്യാൻ ഫോർഗീവ് ഈസിലി. അപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ആസ് ഹീ സെഡ് നമ്മൾ ഡെഫിനറ്റ്ലി ബൈബിളിലാണ് പോകുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ജിക്കു ഒരു കാര്യം പറയും, എനിക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്, ഞാൻ ഉടനെ ബൈബിൾ ഈശോയെ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ഐ ജസ്റ്റ് ഓപ്പൺ ദ വേർഡ് ഓഫ് ഗോഡ്. സോ ആ വേർഡ് ഓഫ് ഗോഡിൽ ദർ ബി എ ആൻസർ ആൻഡ് ഞങ്ങൾ രണ്ടുപേരോട് അഗ്രി ചെയ്യും. സോ ക്രൈസ്റ്റ് ഇസ് ലൈക്ക് ദ മീഡിയേറ്റർ ആൻഡ് മോഡറേറ്റർ. എന്ത് പറയുകയാണെങ്കിൽ ഹീ ഈസ് ദ കൗൺസിലർ. സോ ഹീ ടേക്സ് ദ റോൾ. അപ്പോൾ അന്നേരം എവറിത്തിങ് ഗോ സ്മൂത്ത്ലി. അല്ലെങ്കിൽ we are like a normal couple. We do have problems, we do have fights. പിന്നെ എന്ത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നാലും എന്ത് ചാലഞ്ച് വന്നാലും ഡെഫിനറ്റ്ലി ഞങ്ങൾ രണ്ടും ഒരുമിച്ച് പ്രാർത്ഥിച്ചെടുക്കുന്ന ഒരു ഡിസിഷൻ, അല്ലെങ്കിൽ ആ ഒരു പ്രയറിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. വിത്തൗട്ട് ദറ്റ് പ്രയർ ആൻഡ് വിത്തൗട്ട് ദറ്റ് ആ ക്രൈസ്റ്റ് ഫോക്കസ് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ലൈഫ് വുഡ് ഹാവ് ബീൻ ലൈക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് വെരി സ്മൂത്ത് ആൻഡ് അങ്ങനെയൊന്നുമല്ല. ഡെഫിനറ്റ്ലി ദർ ആർ ചാലഞ്ചസ്, ഡെഫിനറ്റ്ലി ദർ ആർ പ്രോബ്ലംസ്, ബട്ട് വിത്ത് ക്രൈസ്റ്റ് ഇറ്റ്സ് ഗോയിങ് ലൈക്ക് with Christ it's easy, manageable. That's how we manage things. That's it. So I for sure learned a lot, and so thank you for teaching me the importance of seeking the will of God, making God a priority, and that Christian life is suffering, and when you go through it with God, it's all the more adventurous, as you said. Yes. Right? So I'm sure all our viewers loved it, and I'm sure you learned a lot too. So as Joshua 24:15 says, ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. So until next time, God bless.